കാസർഗോഡ് മവ്വലിൽ വിവാഹാഘോഷത്തിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ പന്തലിന് തീപിടിച്ചു. കല്യാണ വീടിന് മുന്നിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ തീപ്പൊരി തെറിച്ചായിരുന്നു അപകടം. നാട്ടുകാർ ചേർന്ന് വേഗത്തിൽ തീയണച്ചതിനാൽ അപകടം ഒഴിവായി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, അത്യാവശ്യം വലിയ തീപിടുത്തമാണ് എന്ന് തോന്നുന്നു. ഇത് ആഘോഷം അതിരുവിട്ടു പോയതാണോ അരുൺ പൂപ്പറമ്പ? അരുൺ പൂപ്പറമ്പയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. കാസർഗോഡ് മവ്വലിലാണ് വിവാഹാഘോഷത്തിനിടയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി കെട്ടിയിരുന്ന പന്തലിന് തീപിടിച്ചത്. കല്യാണ വീട്ടിന് മുന്നിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ തീപ്പൊരി തെറിച്ചതാണ് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. അങ്ങനെ അവിടെ തീ അണയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവാഹത്തിനെത്തിയ ആളുകൾ, നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അരുൺ പൂപ്പറമ്പ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കും. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ. റീജിത്തെ, അതിരുവിട്ട ആഘോഷം തന്നെയാണ് ഈ അപകടത്തിന് വഴിവെച്ചത്. കാസർഗോഡ് മവ്വലിൽ രാത്രി 8:30 ഈ സംഭവം ഉണ്ടായത്. ആ കല്യാണ വീട്ടിലെ ആഘോഷത്തിന്റെ ഭാഗമായാണ് പടക്കം പൊട്ടിച്ചത്. അതായത് വരനും വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടിലേക്ക് വരുന്നതായിരുന്നു ചടങ്ങ്. അതിനിടെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഈ കല്യാണ വീടിന് തൊട്ടു മുന്നിലുള്ള റോഡിൽ വെച്ചാണ് ഈ പടക്കം പൊട്ടിച്ചത്. ആ പടക്കത്തിന്റെ തരി തെറിച്ച് ഈ പന്തലിന് മുകളിലേക്ക് വീണു. അങ്ങനെയാണ് ആ തീപിടുത്തം ഉണ്ടായത്. കുറെ അധികം ആൾക്കാർ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ തീ പടരുകയും പന്തലിലാകെ അത്യാവശ്യം കാര്യമായ തന്നെ തീ പടരുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന വിവാഹ ചടങ്ങിൽ എത്തിയ നാട്ടുകാരാണ് വേഗത്തിൽ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ തീ അണച്ചത്. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. എന്തായാലും ഇത്തരം ആഘോഷങ്ങളൊക്കെ കല്യാണ വീട്ടിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് അതിരുവിടുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ അപകടങ്ങളും ഉണ്ടാവുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ആഘോഷമൊക്കെ നല്ലത് തന്നെ. കല്യാണ വീടുകളിലൊക്കെ ആഘോഷമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിര് കടന്നു പോകുന്ന നിലയിലേക്ക്, അതിര് വിട്ടുപോകുന്ന നിലയിലേക്ക് ആഘോഷങ്ങൾ പോകരുത്. ഇവിടെ എന്തായാലും നാട്ടുകാരൊക്കെ ചേർന്ന്, കല്യാണത്തിനെത്തിയ ആളുകളൊക്കെ ചേർന്ന് വളരെ പെട്ടെന്ന് തീ അണച്ചതിനാൽ അപകടം ഒഴിവായി. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ പങ്കുവെക്കുക.